ഹലോ ഗൈസ്, ഞാൻ മീച്ചോ സ്വപ്നങ്ങൾ ഫാമിലേക്കാണ് പോണത്. അപ്പോൾ യാത്രയിലാണ് ഗൈസ്. ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ ഗൈസ് നമ്മൾ ഫാമിലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തത് നമുക്കിനി അകത്തേക്ക് പോകാം. നമ്മൾ കയറി ചിലപ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഒട്ടകത്തിനെയാണ് കേട്ടോ. നമ്മൾ കയറി ചിലപ്പോൾ തന്നെ അവർ ഇലയൊക്കെ തരും കേട്ടോ, ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ 2 കുതിരക്കുട്ടന്മാർക്ക് അവർ പുല്ല് കൊടുക്കാൻ തന്നു കേട്ടോ. രണ്ട് കളറായിരുന്നേ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഡോങ്കിനെ കണ്ടു കേട്ടോ. ഗായ്സ്, എനിക്ക് ഡോങ്കി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നില്ല. ഇപ്പം അവനറിയാം എങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മുടെ മിനിയേച്ചർ ഹോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, വേലുകാരനായിരിക്കാം. പിന്നെ നമ്മുടെ കുട്ടി ബുള്ളുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ബോബിയൊക്കെ തൊട്ടിട്ട് കാണാൻ. ഞാനപ്പോൾ അതിനെ തലോടാണ് കേട്ടോ ചെയ്യുന്നത്. ഫാമിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവിടെ മിനിയേച്ചർ ഹോഴ്സ്, ഡോങ്കി, കുതിരകൾ, ഒട്ടകങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് വരും കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ മാതിരി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 2 പേരും അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങളിതാ ക്ലിയർ ആയി കണ്ടോളൂ. അവിടെ ഒട്ടകം, ഇവിടെ 2 ഹോഴ്സ്, ഡോങ്കി, ബുള്ള്, അതിനെല്ലാം ഉണ്ട്. ഗൈസ്, ഇത് നമ്മൾ അടുത്ത് ചെന്നിട്ടൊന്നും ഇത് ഓടണമൊന്നുമില്ല. അമ്മ അതിനെ തലോടുണ്ട്. പിന്നെ എമോന് നമുക്ക് ക്യാരറ്റ് ഫീഡ് ചെയ്യാൻ തന്നിരുന്നു. എനിക്ക് പേടിയായ കാരണം ഞാൻ ഫീഡ് ചെയ്തില്ല. പിന്നെ ഇത് വാലില്ലാത്തൊരു ആടാണ് കേട്ടത്. ഇത് 4 കൊമ്പുള്ള ആട്. ഇതിനൊക്കെ തൊടാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ വെറൈറ്റീസ് ഓഫ് ഗോഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗോട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ണു കാണണ്ടാവും. ഇതിനെ കളിപ്പിക്കുകയാണ് കേട്ടോ അമ്മയും ഉണ്ണിമോളും ചെയ്യുന്നത്. പിന്നെ കുറേ താറാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ കുറേ മുയലുകളാണ്. മുയലിലെ കുട്ടികളുണ്ട്, വലിയ വലിയ മുയലുകളുണ്ട് കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ ഹെയറിൽ കളറൊക്കെ ചെയ്യും. അപ്പോൾ കോഴിക്ക് വേണ്ടേ ഒരു സ്റ്റൈല്, അതിന് വേണ്ടി കോഴിയും പച്ച മഞ്ഞ ചുവപ്പിലൊക്കെ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഈ കിടക്കുന്ന മുതലകളൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കും, നല്ല മയക്കത്തിലാണേ. ഗായ്സ്, ഇതിൻ്റെ ഒക്കെ പേര് എനിക്കറിയില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ പിന്നെ അതൊന്നും നോക്കിയില്ല. രസമുണ്ടേ. ഇത് ചാടിപ്പോവാത്ത തവളയാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് തേള് കിടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മുള്ളം മഞ്ഞി പോലത്തെ അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. പിന്നെ പാമ്പുണ്ട്, 2-3 ടൈപ്പ് പാമ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുട്ടി കുട്ടി എലികൾ. എന്ത് രസം. പിന്നെ ഇതെന്താ ഇഗ്വാനയുടെ കുട്ടികൾ. പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉണ്ടെന്ന് നോക്കിയാൽ ധൈര്യശാലി. അവൾ പാമ്പിനെ പിടിച്ചു, പക്ഷെ എനിക്ക് എല്ലാത്തിനും പേടിയായതുകൊണ്ട് ഞാൻ പിടിച്ചില്ല. നമ്മൾ നേരത്തെ കണ്ട മിനിയേച്ചർ ഹോഴ്സിൻ്റെ ഒക്കെ വീട് അടിപൊളിയായിരുന്നു. നല്ല കിഡ് സെറ്റപ്പുകളാണ്. ബാക്കിൽ 2 ഒട്ടക പക്ഷികൾ. പിന്നെ നമുക്ക് ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ധൈര്യത്തിൽ ഉള്ളിൽ കയറി സീഡൊക്കെ ആയിട്ട് കൈ പിടിച്ച് നിന്നു. പക്ഷെ എൻ്റെ മേത്തേക്ക് ആദ്യം ഒന്നും വന്നില്ല. പിന്നെ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ അവരുടെ സീഡ്സ് ഫുൾ താഴെ ഇട്ടു.
അങ്ങനെ നമ്മൾ ബേഡ്സിനൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു 6 മാസമുള്ള ഒരു മക്കാന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസിയോടെ വെച്ചിട്ട് 2 അടിപൊളി ഡാൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കാണണേ. അങ്ങനെ ഗൈസ് നമ്മൾ ഫാം വില്ല ഫുള്ള് കണ്ടു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫാം വില്ല ഫുള്ള് കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴും ഈ മക്കാവിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല സാമർത്ഥ്യക്കാരനൊക്കെയാണ് കേട്ടോ. ഗൈസ് 6 മാസം പ്രായമുള്ളതെങ്കിലും നല്ല വലിപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫാമിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.